എല്ലാവർക്കും ഒരിക്കൽ കൂടി എക്സ്ക്ലൂസീവ് ഫോർ എക്സാംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടഡ് കാറ്റഗറി 3 എക്സാം ഓറിയൻറ്റേഷനാണ്. ഇതിന് വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഐ ബട്ടണിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് കയറി കാണേണ്ടതാണ്. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് സർക്കിളിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടന്നാലോ? യെസ്, ടുഡേയ്സ് ഇൻഗ്രീഡിയൻസ്, ഇന്നത്തെ ചേരുവകൾ എന്ന് പറയുകയാണെങ്കിൽ അഡോളസെൻ്റ് സൈക്കോളജി ആൻഡ് MCQs. നമുക്കറിയാം കേട്ടഡ് കാറ്റഗറി 3 ഫസ്റ്റത്തെ പാർട്ടായിട്ടുള്ള അഡോളസെൻ്റ് സൈക്കോളജിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ? യെസ്, ദ ഫസ്റ്റ് വൺ ഈസ് വിച്ച് തിയറീസ് ബിലീവ് ദാറ്റ് പേഴ്സണാലിറ്റി ഡെവലപ്സ് ത്രൂ എ സീരീസ് ഓഫ് സ്റ്റേജസ്. Experiences in childhood profoundly affect adult life. And the options are Sigmund Freud, Jean Piaget, Vygotsky, Bronfman, Brenner. ഒന്നുകൂടിയും പറയാം. Which theories believe that personality develops through a series of stages? And the answer is Sigmund Freud. And the next one, the second question is changes that occur in an individual's personality, emotions and relationships with others refers to dash development. Options are biological, physical, cognitive and socio-emotional. And the answer is socio-emotional. ഇവിടെ എന്താ പറയുന്നത്? ഇൻഡിവിജ്വൽസിൻ്റെ പേഴ്സണാലിറ്റി, ഇമോഷൻസ് ആൻഡ് റിലേഷൻഷിപ്സ് ആണ്. അപ്പോൾ എന്തായാലും അവിടെ ആൻസർ ആയിട്ട് വരുന്നത് സോഷ്യോ ഇമോഷണൽ ആയിരിക്കും, അത് ഓർത്ത് വയ്ക്കാം. ആൻഡ് ദ തേർഡ് വൺ ഈസ് ജീൻ പിയാഷെ വാസ് കൺസേൺഡ് വിത്ത് വാട്ട് ടൈപ്പ് ഓഫ് ഡെവലപ്മെൻറ്റ്. And the options are cognitive development, physical, moral and social development. And the answer is cognitive development. ജീൻ പിയാഷെ എന്ന് പറയുമ്പോൾ ഓർത്ത് വെക്കേണ്ടതാണ് പിയാഷെസ് ഡെവലപ്മെൻറ്റ് തിയറി. ഇതിൻ്റെ തിയറിയാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് തിയറി. ഓക്കെ, ജീൻ പിയാഷെ എന്ന പേര് പറയുമ്പോൾ ഓർത്ത് വെക്കേണ്ട കാര്യമാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് തിയറി. ആൻഡ് ദ ഫോർത്ത് ക്വസ്റ്റ്യൻ ഈസ് എ തിയറീസ് ഹു ബിലീവ്സ് ദാറ്റ് അവർ എൻവറോൺമെൻറ്റ് and people surrounding us impact our development. Believe in dash. Options are nature, nurture, ideology and generativity. സംശയം വരാറുണ്ട് നേച്ചർ ആൻഡ് നർച്ചർ. ആൻഡ് കറക്റ്റ് ആൻസർ ഈസ് നർച്ചർ. ഓക്കെ, അപ്പോൾ ഉത്തരം വരുന്നത് നർച്ചറാണ്, മറന്നു പോകരുത്. നെക്സ്റ്റ് വൺ ഈസ് തിയറി ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ് ഐഡൻറ്റിഫൈഡ് 3 levels of thinking in making moral decisions right from wrong. Options are Gardner, Vygotsky, Kohlberg and Piaget. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കോൾബർഗ്സിൻ്റെ മോറൽ ഡെവലപ്മെൻറ്റ് തിയറി ആൻഡ് 3 സ്റ്റേജസ് ഏതൊക്കെയാണ്? പ്രീ കൺവെൻഷണൽ, കൺവെൻഷണൽ ആൻഡ് പോസ്റ്റ് കൺവെൻഷണൽ. ആൻഡ് ദ ആൻസർ ഈസ് കോൾബർഗ്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ദ സിക്സ്ത് ക്വസ്റ്റ്യൻ. During which of Piaget's stages of cognitive development does object permanence take place? Question ഒന്നുകൂടി വായിക്കാം. During which of Piaget's stages of cognitive development does object permanence takes place? Concrete operation stage, pre-operation stage, sensory motor stage and finally formal operation stage. And the answer is sensory motor stage. അപ്പോൾ നമുക്കറിയാം ജീൻ പിയാഷെയുടെ നോക്കുകയാണെങ്കിൽ 4 സ്റ്റേജസ് ഉണ്ട്. അതിലെ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള സെൻസറി മോട്ടോർ സ്റ്റേജാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് സെവൻത്ത് വൺ. വിച്ച് തിയറീസ് തോട്ട് ദാറ്റ് ഈച്ച് സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ് ഇൻക്ലൂഡ്സ് എ യുണീക്ക് സൈക്കോളജിക്കൽ ഐഡൻറ്റിറ്റി ക്രൈസിസ്. ഇഫ് ദ ക്രൈസിസ് ഇസ് മെറ്റ് ഇൻ എ പോസിറ്റീവ് വേ ദ ഇൻഡിവിജ്വൽ ഡെവലപ്സ് നോർമലി. ഓപ്ഷൻസ് ആർ എറിക് എച്ച് എറിക്സൺ, ജീൻ പിയാഷെ, സ്കിന്നർ, ബണ്ടൂര. ആൻഡ് ദ ആൻസർ ഈസ് എറിക് എച്ച് എറിക്സൺ. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് ദ ടേം ഐഡൻറ്റിറ്റി ക്രൈസിസ് കോയിൻഡ് ബൈ എറിക് എച്ച് എറിക്സൺ. ഇപ്പോൾ വീണ്ടും പറയുന്നുണ്ട് സൈക്കോളജിക്കൽ ഐഡൻറ്റിറ്റി ക്രൈസിസ്. അപ്പോൾ വാക്ക് വരുമ്പോൾ തന്നെ ഓർത്ത് വയ്ക്കുക എറിക് എച്ച് എറിക്സൺ. അദ്ദേഹത്തിൻ്റെ തിയറി ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാണ്? സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് തിയറി. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് എയ്ത്ത് വൺ. ഇൻ എറിക്സൺസ് 8 stages ദ അഡോളസെൻ്റ് ഏജ് ഡീൽസ് വിത്ത്. ഓപ്ഷൻസ് ആർ identity versus role confusion, intimacy versus isolation, generativity versus stagnation, trust versus mistrust. And the answer is identity versus role confusion. The next one is 9th one. Who said learning leads to development and learning is the result of interactions with other people? Options are Kohlberg, Vygotsky, Gardner and Piaget. And the answer is
വൈഗോട്സ്കി. നമുക്കറിയാം വൈഗോട്സ്കി റിലേഷൻഷിപ്പ്, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്നൊക്കെ ഓർക്കാം. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് ക്ലിയർ ചെയ്യാം, അല്ലെങ്കിൽ പെട്ടെന്ന് ആൻസർ കണ്ടെത്താൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ലേണിംഗ് ലീഡ്സ് ടു ഡെവലപ്മെൻറ്റ് ആൻഡ് ലേണിംഗ് ഈസ് ദ റിസൾട്ട് ഓഫ് ഇൻട്രാക്ഷൻസ് വിത്ത് അതർ പീപ്പിൾ. ഇൻട്രാക്ഷൻ അത് അണ്ടർലൈൻ ചെയ്യാം. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് 10th one. These are concepts or frameworks that organize and interpret information. Options are assimilation, accommodation, crystallized intelligence and schema. And the answer is schema. Schema എന്താണ്? ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് നോളജ് ആണ്. ചോദ്യം ഒന്നു പറയാം. These are the concepts or frameworks that organize and interpret information. Answer is schema. The next one is 11th one. Bruner's intellectual development was made of. Options are physical mode, visual mode, language mode, all of the above. And the answer is all of the above. Bruner's intellectual development was made up of physical, visual and language mode. The next one is 12th question. Age where babies start to gain self-awareness. Options are 3 months old, 4 months old, 5 months old and 6 months old. And the answer is 6 months old. The next one is 13th. Refers to the process by which a child learns to interact with the others around them. Options are physical development, social development, cognitive development and spiritual development. And the answer is social development. ഇപ്പോൾ ചോദ്യത്തിൽ ചൈൽഡ് ലേൺസ് ടു ഇൻറ്ററാക്ട് വിത്ത് അതേഴ്സ് അറൗണ്ട് ദം. അപ്പോൾ എന്തായാലും സോഷ്യൽ ഡെവലപ്മെൻ്റ് ആയിരിക്കും. ആ കാര്യം ഓർത്ത് വയ്ക്കാം. ദ 14th വൺ ഈസ് ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഡെവലപ്പിംഗ് എ സൈക്കോ അനലിറ്റിക് സൈക്കോസെക്ഷൽ തിയറി. Options are Freud, Piaget, Erikson and Maslow. Sigmund Freud, Jean Piaget, Erik H. Erikson and Abraham Maslow. And the answer is Sigmund Freud. നമുക്ക് അറിയാവുന്ന കാര്യമാണിത്. സൈക്കോ അനലിറ്റിക് സൈക്കോസെക്ഷൽ തിയറി എന്നൊക്കെ പറയുമ്പോൾ ഓർത്ത് വയ്ക്കേണ്ട ഒരു പേരാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. The next one and the last one. Which of the following is not an enduring theme of developmental psychology? Options are nature and nurture, mechanisms for change, cognitive development, and finally universality and context specificity. And the answer is cognitive development. Question ഒന്നുകൂടി വായിക്കാം. Which of the following is not an enduring theme of developmental psychology? And the answer is cognitive development. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് അഡോളസൻറ്റ് സൈക്കോളജിത്തെ 15 ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കറിയാം സൈക്കോളജി ആ സബ്ജക്റ്റിലെ നമുക്ക് 3 പാർട്ടായിട്ട് വരുന്നുണ്ട്. സൈക്കോളജി ഫസ്റ്റത്തെ അതിലത്തെ 15 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമുക്കറിയാവുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ജസ്റ്റ് റീകളക്ട് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നാളെ മറ്റൊരു വീഡിയോ കാണും വരെ ബൈ.